മലയാള സിനിമയിലെ ചിലരുടെയൊക്കെ മുഖംമൂടികൾ അഴിച്ചെടുത്തറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദിവസേന എന്നോണമാണ് പുതിയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ മലയാള സിനിമയിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ട് എന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനോടകം തന്നെ പലരുടെയും ക്രൂരകൃത്യങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പോഴിതാ നടൻ മമ്മൂട്ടിക്കെതിരെയും ആരോപണം ഉയർന്നിരിക്കുന്നു എന്ന പേരിൽ വ്യാജ പ്രചരണമാണ് ചർച്ചയാകുന്നത്. 6 മാസം മുന്നേ ഉള്ള ഇന്റർവ്യൂ ആണ് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാകുന്നത്. അങ്ങനെ മെഗാസ്റ്റാറും പെട്ടു. ഇക്ക ഫാൻസിന് കനത്ത തിരിച്ചടി എന്ന അവകാശവാദങ്ങളോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. ദാദാ സാഹിബ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക കഥാപാത്രമായി എത്തിയ നടിയാണ് ആതിര. അടുത്തിടെ ആതിര മനോരമയ്ക്ക് ഒരു അഭിമുഖം നൽകിയിരുന്നു. സിനിമയിൽ നേരിട്ട ദുരനുഭവത്തെ കുറിച്ചായിരുന്നു താരം പറഞ്ഞത്. ഈ അഭിമുഖത്തിന്റെ വീഡിയോ ആണ് മമ്മൂട്ടിക്കെതിരെ എന്ന പേരിൽ പ്രചരിക്കുന്നത്. അഭിമുഖത്തിന്റെ ഒരു ഭാഗത്ത് ആദ്യ ചിത്രമായ ദാദാ സാഹിബിൽ താൻ മമ്മൂട്ടിയുടെ നായികയാണ് വന്നതെന്നും ചിത്രത്തിലേക്ക് തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയും ചേർന്നതാണെന്ന് ആതിര പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് സിനിമയിൽ നിന്നുണ്ടായ മോശം അനുഭവം സിനിമ ഉപേക്ഷിക്കാനുണ്ടായ കാരണവും താരം വെളിപ്പെടുത്തുന്നുണ്ട്. സിനിമയിൽ ചില ദുരവസ്ഥകൾ ഉണ്ടായി. ആ സമയത്ത് ജീവിതത്തിൽ അത്ര തന്റേടം തോന്നിയില്ല. ജീവിതത്തെ മൊത്തം അത് താളം തെറ്റിച്ചു. അതിൽ നിന്ന് ഓടി മാറണം എന്ന അവസ്ഥയിലെത്തി. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആരോടും കാര്യം പറയാതെ ആ സിനിമയോടെ അഭിനയം നിർത്തി എന്നായിരുന്നു ആതിരയുടെ വാക്കുകൾ. ഈ 2 ഭാഗങ്ങളും ചേർത്ത് വെച്ചാണ് വ്യാജ പ്രചരണം കൊഴുക്കുന്നത്. അതേസമയം നിലവിൽ ആരോപണം ഉയർന്നവർക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.